പത്തനംതിട്ട പീഡനക്കേസ് വലിയ ചർച്ചയായ ഒരു കേസ് കൂടിയാണ്. അതുമായി ബന്ധപ്പെട്ട് പോലീസ് അതിവേഗ നടപടികളിലേക്ക് കടന്നിരുന്നു. ഈ പീഡനക്കേസിൽ ഇനി പിടിയിലാകാനുള്ളത് 3 പ്രതികൾ മാത്രമാണ്. 2 പ്രതികൾ വിദേശത്താണ്. ഇവരെ ഉടൻ പിടികൂടാനുള്ള നടപടികൾ പോലീസ് ആരംഭിച്ചു. 60 പ്രതികളുള്ള കേസിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ 57 പേരാണ് അറസ്റ്റിലായത്. പ്രതികളിലേറെയും കൗമാരക്കാരും യുവാക്കളുമാണ്. പ്രതികളുടെ എണ്ണത്തിൽ സംസ്ഥാനത്തെ ഏറ്റവും വലിയ പോക്സോ കേസാണ് പത്തനംതിട്ടയിലേത്. നന്ദുഷായുണ്ട് വിവരങ്ങൾ നൽകാനായി. നന്ദുഷ, ഈ കേസ് വന്നതിന് ശേഷം പോലീസ് അതിവേഗത്തിൽ പ്രവർത്തിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇത്രയും പ്രതികളുള്ള കേസിൽ ഇനി വെറും 3 പ്രതികൾ മാത്രമാണ് പിടിയിലാകാനുള്ളത്. അപ്പോൾ FIR അടക്കം നിരവധി FIRകൾ വന്നിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് മറ്റ് തുടരന്വേഷണങ്ങളൊക്കെ വരുന്നുണ്ട്. ഒരുപക്ഷെ സംസ്ഥാനത്ത് എത്ര പെട്ടെന്ന് പ്രതികളെ പിടികൂടുന്ന കേസ് എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു പോക്സോ കേസ് കൂടിയാണ് ഇതെന്ന് വിലയിരുത്താം, അല്ലേ നന്ദു? തീർച്ചയായും ജിസി, കാരണം ഒരാഴ്ചക്കിടെ 57 പ്രതികളെ പിടികൂടുക എന്ന് പറയുന്നത് കേരളത്തിലെ ചരിത്രത്തിൽ തന്നെ ഒരുപക്ഷെ ഒരു പീഡന കേസിൽ ആദ്യമായിട്ടായിരിക്കും പോലീസ് ഇത്രയും വേഗത്തിൽ പ്രതികളെ പിടികൂടുന്ന ഒരു കാഴ്ച കാണാൻ സാധിച്ചത്. അതോടൊപ്പം തന്നെ പെൺകുട്ടിയുടെ മൊഴിയിലെ കൃത്യത കൂടി പോലീസിന്റെ അന്വേഷണം എളുപ്പത്തിലാക്കി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം പ്രതികളെ കുറിച്ച് നൽകിയ വിവരങ്ങളെല്ലാം കൃത്യതയുള്ള വിവരങ്ങളായിരുന്നു. ഇത് ഒരു പ്രതിയിൽ നിന്നും മറ്റൊരു പ്രതിയിലേക്ക് പെട്ടെന്ന് പോലീസിന് എത്തിച്ചേരാനായി സഹായകമായി എന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. അതോടൊപ്പം 30-ലധികം FIRകളാണ് 5 പോലീസ് സ്റ്റേഷനുകളിലായി ഇതുവരെ പോലീസ് ഈ കേസിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. പത്തനംതിട്ട ജില്ലയിലെ 4 പോലീസ് സ്റ്റേഷനുകളിലും ഒപ്പം തിരുവനന്തപുരം റൂറലിലെ കല്ലമ്പലം പോലീസ് സ്റ്റേഷനിലുമാണ് ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഈ കേസുകളിലെല്ലാം ചേർന്നാണ് ഇപ്പോൾ 57 പ്രതികൾ പിടിയിലായിട്ടുള്ളത്. ശേഷിക്കുന്ന പ്രതികളെയും വരും ദിവസങ്ങളിൽ പിടികൂടുമെന്നാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. അതോടൊപ്പം 2 പ്രതികൾ നിലവിൽ ഗൾഫിലാണുള്ളത്. ഇവർക്കെതിരെ ലുക്കൌട്ട് നോട്ടീസ് പോലീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതോടെ ഇവരെ കൂടി വേഗത്തിൽ നാട്ടിലെത്തിച്ച് അറസ്റ്റ് രേഖപ്പെടുത്താനാകുമെന്നാണ് പോലീസ് പ്രതീക്ഷിക്കുന്നത്. ജിൽസി, യെസ്, എന്തായാലും 57 പ്രതികൾ, 60 പ്രതികളാണ് ഉള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത് പത്തനംതിട്ട പോക്സോ കേസിൽ. അതിൽ 57 പ്രതികളെ പിടികൂടിയിരിക്കുന്നു. അതും പോലീസിന്റെ ഭാഗത്തുനിന്നുള്ള അതിവേഗ നടപടിയായി തന്നെ കണക്കാക്കാം. ഇനി 3 പ്രതികൾക്കായുള്ള തെരച്ചിൽ കൂടിയാണുള്ളത്. വിദേശത്തുള്ള പ്രതികളെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ കൂടി പോലീസ് നടത്തുന്നുണ്ട് എന്നുള്ള വിവരങ്ങളാണ് നന്ദുഷ പത്തനംതിട്ടയിൽ നിന്ന് നൽകിയത്.